എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ഫേസ് മാസ്ക് എങ്ങനെയാണ് നമുക്ക് വീട്ടിലിരുന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്നതെന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മെഷർ ചെയ്യാനായിട്ട് ഞാൻ കുട്ടികളുടെ തന്നെ ഒരു പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ 8.25 ഇഞ്ച് വിട്ടുണ്ട്. 9 ഇഞ്ച് വരെയുള്ളതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ തുണി എടുത്തേക്കുന്നത് 100% കോട്ടൺ ആയിട്ടുള്ള തുണിയാണ്. ഈ പ്ലേറ്റ് നമ്മൾ തുണിയിലേക്ക് കമിഴ്ത്തി വെച്ചിട്ട് ഒരു സർക്കിൾ ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നമ്മൾ ഈ സർക്കിൾ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ 4 തുല്യ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യുക. ഇപ്പം നമുക്ക് 4 തുല്യ ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ അടുക്കി ചേർത്ത് വെച്ച് ഒരുപോലെ തന്നെ വെച്ചിട്ട് ഒരു സൈഡിൽ നമ്മളൊരു ചെറിയൊരു കർവായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി സെയിം പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിൽ, ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിലേക്ക് ജോയിൻ ചെയ്യുന്ന വരുന്ന തരത്തിൽ പ്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ വലിയ കർവായിട്ടുള്ള ആ ഭാഗം, സർക്കിളിൻ്റെ ഔട്ടർ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ 2 സെപ്പറേറ്റ് ആയിട്ടുള്ള പീസായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ തിരിച്ചിടുമ്പോഴും നല്ല നീറ്റായിട്ട് നമുക്ക് അത് കിട്ടും. ഈ ചെറിയ കട്ട് കൊടുക്കുമ്പോൾ ആ സ്റ്റിച്ച് കട്ടായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ ആ ഒരു പീസ് നമ്മൾ തിരിച്ചിട്ടിട്ട് നല്ല വശം വെളിയിലേക്ക് വരുന്ന തരത്തിൽ തിരിച്ചിട്ടിട്ട് ഈ മറ്റേ പീസിൻ്റെ അകത്തേക്ക് അതിൻ്റെ കോർണറും സ്റ്റിച്ചും എല്ലാം ഒരുപോലെ വരുന്ന പോലെ നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് ഒരു പിന്നും എല്ലാം വെച്ച് സെക്യൂർ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും നമ്മൾ സ്റ്റിച്ച് ഇടാൻ പോവുകയാണ്. ആ കർവ്ഡ് ആയിട്ടുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുക. മറ്റേ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സൈഡിൽ ഒരു 2 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 4 കോർണർ ഒന്ന് ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് കളയുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചിടുമ്പോൾ അത്രയും ഭാഗം അങ്ങനെ തടിച്ചൊന്നും ഇരിക്കില്ല. അപ്പം മോർ കംഫർട്ടബിൾ ആയിരിക്കും അത്. ഇനി അതിൻ്റെ നല്ല വശം വെളിയിലേക്ക്, ആ ഗ്യാപ്പിൽ കൂടെ വെളിയിലേക്ക് എടുക്കുക. എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ കോർണർ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ അതെല്ലാം നല്ല വൃത്തിയായിട്ട് കിട്ടുന്നതായിരിക്കും.
അകത്തേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തുകൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി ആ 2 സൈഡും പ്ലാസ്റ്റിക് ഇടാനായിട്ട് ഒരു കേസിങ് പോലെ നടുക്ക് അകത്തേക്ക് മടക്കിയിട്ട് ആ കൂടെ തന്നെ നമ്മൾ ചുറ്റും സ്റ്റിച്ച് ചെയ്യും. അപ്പോഴാണ് ഓപ്പൺ ആയിട്ടുള്ള സൈഡെല്ലാം ക്ലോസ് ആയിട്ട് വരും. ഇതിപ്പോൾ ചുറ്റും ഞാൻ തയ്ച്ചിട്ടുണ്ട്. കേസിങ് റെഡിയാണ് 2 സൈഡിലും. അതിലേക്കൂടെ ഇലാസ്റ്റിക് ഇൻസർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പം കുറച്ച് നീളത്തിലുള്ള, അതായത് 25 ഇഞ്ച് നീളത്തിലുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. ആ കേസിങ്ങിൽ കൂടി ഇലാസ്റ്റിക്കിൻ്റെ ഒരു സൈഡ് അകത്തേക്ക് ഇൻസർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് അത് കയറ്റാം കേട്ടോ. 2 സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യുക. ഇലാസ്റ്റിക് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും വള്ളി ആയാലും മതി, മാച്ചിങ് ആയിട്ടുള്ള കളറ്, അല്ലെങ്കിൽ ബ്ലാക്കോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ചെറിയൊരു സ്ട്രിങ് പോലെ തയ്ച്ചെടുത്താലും മതി. ഇത് നമ്മൾ തലയുടെ പുറകിലായിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്, അല്ലാണ്ട് ചെവിയിലല്ല കേട്ടോ. ഇതിൻ്റെ ഈ 2 അറ്റവും കൂടെ ടൈ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ കുട്ടികളുടെ മുഖത്ത് വെച്ചിട്ട് ആവശ്യാനുസരണം ടൈറ്റ് ചെയ്തിട്ട് ടൈ ചെയ്താലും മതി. മുക്കിൻ്റെ അവിടെ നല്ല ഫിറ്റായിട്ടിരിക്കാനായിട്ടാണ് അവിടെ നമ്മൾ ആദ്യം ആ കർവ് കൊടുത്ത് തയ്ച്ചെടുത്തേക്കുന്നത്. നമുക്ക് കൈകൊണ്ട് വേണമെങ്കിലും തയ്യാൻ, മെഷീൻ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മാസ്ക് റെഡിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.